അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ എഴുതാനായിട്ട് തുടങ്ങുന്നത്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. Why was the narrator's attention drawn to the English girl? Question ഒരിക്കൽ സാർ ആവർത്തിക്കാം. Why was the narrator's attention drawn to the English girl? എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എല്ലാവരും എഴുതിയോ? ആൺകുട്ടികൾ എഴുതിയോ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നറേറ്ററിൻ്റെ അറ്റൻഷൻ, ശ്രദ്ധ ആ പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. നമുക്കറിയാം, നറേറ്റർക്ക് ഒരു പിതൃതുല്യമായ വാത്സല്യമാണ് ആ പെൺകുട്ടിയോട് തോന്നിയത്. ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഭാരം വഹിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ദ നറേറ്റേഴ്സ് അറ്റൻഷൻ, ഉത്തരമാണ് എഴുതണം കേട്ടോ. ദ നറേറ്റേഴ്സ് അറ്റൻഷൻ was drawn to the English girl because she had been watching him with interested surprise. ആ സെന്റൻസിന്റെ രണ്ടാം ഭാഗം ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷ് ഗേൾ കഴിഞ്ഞിട്ട് ബിക്കോസ് ഷീ ഹാഡ് ബീൻ വാച്ചിങ് ഹിം വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ് എന്ന് വെച്ചാൽ താല്പര്യമുള്ള ആശ്ചര്യം. അത് ഇൻട്രസ്റ്റഡ്, INTERESTED, ഇൻട്രസ്റ്റഡ് സർപ്രൈസ്, SURPRISE, ഇൻട്രസ്റ്റഡ് സർപ്രൈസ് എഴുതിയോ? ഇൻട്രസ്റ്റഡ് സർപ്രൈസ്. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ള ആശ്ചര്യം കൊണ്ട് നോക്കുകയായിരുന്നു ആരെ? നമ്മുടെ മാഗി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിസ്റ്റർ ഗുപ്ത ഒരു പ്രായം എത്തിയ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നാണല്ലോ വരുന്നത്, ഇന്ത്യൻ വംശജനാണല്ലോ. ആ കാരണം കൊണ്ടാണ് കുട്ടി പിതാവിൻ്റെ പ്രായമുള്ള വ്യക്തിയെ ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഉത്തരം എഴുതിക്കോളൂ. നമ്മുടെ ചോദ്യം എന്തുകൊണ്ടാണ് നറേറ്റർ ഈ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നതെന്നാണ്. അടുത്ത ആ വരിയായിട്ട് എഴുതിക്കോളൂ. But she turned her eyes away as soon as he looked at her. അവിടെ വരെ എഴുതിയോ? As soon as he looked at her. ഒരിക്കൽ കൂടി ആ സെന്റൻസ് ഞാൻ പറഞ്ഞു തരാം. But she turned her eyes away as soon as he looked at her. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്ത വരി നമുക്ക് എഴുതാം. She was 13 or 14 years old. She was 13 or 14 years old. She was 13 or 14 years old
ഷി വാസ് 13 or 14 years old. 13-14 വയസ്സായ പെൺകുട്ടിയായിരുന്നു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അടുത്ത വരിയായിട്ട് എഴുതൂ. ഫ്രം ഹെർ ക്ലോത്ത്സ്, അവൾ ധരിച്ചിരുന്ന വസ്ത്രം കാണുമ്പോൾ ഫ്രം ഹെർ ക്ലോത്ത്സ് one could guess that she was from an average family. She was from an average family. Okay, full stop കൊടുക്കുക. ആവറേജ് ഫാമിലി എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ള കേട്ടോ. ശരിക്കും ആവറേജിന് മുൻപായിട്ടൊരു പ്രിഫിക്സ് ആയിട്ട് ബിലോ ആവറേജ് ഫാമിലി എന്ന് എഴുതിക്കുക. അത് സാമ്പത്തികമായിട്ട് അവർ താഴ്ന്ന തട്ടിലുള്ളവരായിരുന്നു എന്നാണ് ആ വാചകത്തിൻ്റെ സൂചന. ഫ്രം എ ബിലോ ആവറേജ് ഫാമിലി, സാമ്പത്തികമായിട്ടെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബിലോ ആവറേജ് ഫാമിലി. എഴുതിയോ? ഹലോ? ഓക്കെ. She had a face which denoted a sad expression. A sad expression. ഫുൾ സ്റ്റോപ്പ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതിക്കോളൂ. All this made her look that indicates poverty. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഹലോ, എഴുതി കഴിഞ്ഞു? All this made her look that indicates poverty. എഴുതിയോ? ഓക്കെ, അതൊന്ന് ഉറക്കെ വായിക്കോ, തിരിച്ചിങ്ങോട്ട് വായിക്കോ. അപ്പോൾ സാറിന് അറിയാം നിങ്ങൾ എത്ര എഴുതിയിട്ടെന്ന്. ഇപ്പൊ പറഞ്ഞത് അഞ്ജനയാണോ പറഞ്ഞേ? ഹലോ, അതൊന്ന് തിരിച്ച് വായിക്കുമോ? അപ്പോൾ സാറിന് അറിയാൻ പറ്റുമോ എത്രത്തോളം നിങ്ങൾ എഴുതി തീർന്നു എന്ന്? എഴുതിയിടത്തോളം ഒന്ന് വായിക്കുമോ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒരാൾ വായിച്ചാൽ മതി, ആരെങ്കിലും ഒരാൾ വായിച്ചാൽ മതി. ഹലോ, ആഷിത്തുണ്ടോ? ഹലോ, അത് ചോദിച്ചപ്പോൾ ആരും മിണ്ടാതായല്ലോ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? നിങ്ങൾ എഴുതി കഴിഞ്ഞോ? അവിടം വരെ എഴുതി കഴിഞ്ഞോ? ഹലോ, എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു. ഷാമിലിന് തിരിച്ച് വായിക്കാൻ പറ്റുമോ എഴുതിയോടത്തോളം? ഒന്ന് വായിക്കുമോ? അപ്പം മാഷ്ക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം എഴുതിയെന്ന് അറിയാനാ. ഒന്ന് വായിക്കോ? ഓക്കെ, വായിച്ചോളൂ ഷാമിൽ. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, വായിച്ചോളൂ. But she turned her eyes away. As soon as he looked at her, she was 13 or 14 years old. Very good. From her clothes, I could guess she was from a below average family. Very good. She had a face with denoted sad expression. Sad expression. Okay. All this made he look that indicates poverty. All this made she look that indicates poverty.
ഓൾ ദിസ് മെയ്ഡ് ഹെർ ഗിവ് എ ലുക്ക് എന്ന് വേണം കേട്ടോ കൂട്ടാ. ഓൾ ദിസ് മെയ്ഡ് ഹെർ ഗിവ് എ ലുക്ക് കേട്ടാ. ഓൾ ദിസ് മെയ്ഡ് ഹെർ ഗിവ് എ ലുക്ക്. അത് സാറ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോയതാട്ടാ. അത് സാറിന് അവിടെ ഒരു കറക്ഷൻ ഫീൽ ചെയ്തു, അതുകൊണ്ട് സാറ് ചോദിച്ചത്. സാർ അപ്പം തന്നെ ഉണ്ടാക്കിയ നോട്ടുകളിലെ ഒരു വരിയാണത് കേട്ടാ. അപ്പം തന്നെ ഉണ്ടാക്കിയൊരു വരിയാണ്. അപ്പോൾ അത് സാറ് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു, അതുകൊണ്ട് സാർ ഒന്നുകൂടി നിങ്ങളോട് പറയാൻ പറഞ്ഞത്. ഓൾ ദിസ് മെയ്ഡ് ഹെർ, ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചേ. സാർ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ഒന്ന് വായിച്ചേ. ഹെർ ഓക്കെ, വെരി ഗുഡ്. ഓൾ ദിസ് മെയ്ഡ് ഹെർ ഗിവ് എ ലുക്ക് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് പോവർട്ടി. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് ഷാമിൽ വായിച്ചു. താങ്ക് യു ഷാമിൽ. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ഉത്തരം ഒന്നുകൂടി സാർ പറഞ്ഞുതരാം. അതായത് ഭയങ്കരമായ ഒരു ദാരിദ്ര്യം അവളുടെ മുഖത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുന്ന ഒരു ചെറുപ്രായമുള്ള പെൺകുട്ടി ആണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിലായിരുന്നു അവളുടെ ഡ്രസ്സിങ്ങും അവളുടെ നോട്ടും അവളുടെ എക്സ്പ്രഷൻസും ഒക്കെ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനും അതുപോലെ തന്നെ ഇത്രയും ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ ആ ഒരു ചിന്തയാണ് നെറേറ്ററെ ആ പെൺകുട്ടിയിലേക്ക് നെറേറ്ററിൻ്റെ ശ്രദ്ധ പെൺകുട്ടിയിലേക്ക് എത്തിച്ചത്. മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹലോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. സാർ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്താൽ മതി. ഷാമിൽ നേരത്തെ വായിച്ചത് ഭയങ്കര വേറെ. ഓക്കെ, ഹലോ, സംശയമുണ്ടോ? ഹലോ, ഇല്ല. ഓക്കെ, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ ഗേൾ? 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 അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ ഒരു ഇംപ്രഷൻ, നിങ്ങളുടെ ഒരു അഭിപ്രായം ആ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഓക്കെ, Maggie is a teenager. Maggie is a teenager from a below average family. എഴുതിയോ? നിങ്ങൾ എഴുതിയെന്ന് മാഷ്ക്ക് തോന്നുന്നു. ഫ്രം എ ബിലോ ആവറേജ് ഫാമിലി എഴുതിയോ? ഓക്കെ, അപ്പോൾ മാഗി ആരാണ്? മാഗി ഒരു ടീനേജറാണ്, ഫ്രം എ ബിലോ ആവറേജ് ഫാമിലിയാണ്. അപ്പോൾ ടീനേജർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും പറയാമോ? ടീനേജർ. ഇപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക പേരും ടീനേജേഴ്സാണ്. ടീനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കങ്ങൾ എണ്ണുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 വരെ ഒരേ പാറ്റേണിൽ ഇങ്ങനെ പോയി, ഡിഫറെൻറ്റ് പാറ്റേണിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ 13 14 15 16 ഒക്കെ ടീനിൽ അവസാനിക്കുന്നത്. 17 18 19. അപ്പോൾ 19 വരെ ടീനിലാണ് ആ അക്കങ്ങൾ അഥവാ ഏജ് നിൽക്കുന്നത്. അപ്പോൾ 13 തൊട്ട് 19 വരെയുള്ള ഒരു പ്രായത്തെയാണ് ടീൻ ഏജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ടീനേജേഴ്സാണ്. അപ്പോൾ ടീനേജ് എന്ന് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആ ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് 13 തൊട്ട് 19 വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയാണ് ടീനേജേഴ്സ് എന്ന് പറയുന്നത്. അതൊരു അഡോളസൻ്റ് അഡോളസൻ്റ് ഏജും അതിൽ പെടും. അതായത് മുതിർന്നവരും അല്ല കുട്ടികളും അല്ല ഒരു ഏജിലേക്ക് എത്തും. അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സൊക്കെ നമ്മുടെ കരിയർ ഗൈഡൻസ് സെഷൻസിലൊക്കെ, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെഷൻസിലൊക്കെ നമുക്ക് വെബിനാറുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്നലെ വെബിനാർ ആരെങ്കിലും അറ്റൻഡ് ചെയ്തോ? സാർ ഇട്ടുന്നുണ്ടായിരുന്നല്ലോ ഒരു ലിങ്ക്. കുഴപ്പമില്ല, വെബിനാർ അറ്റൻഡ് ചെയ്തതിലും കുഴപ്പമില്ല. കാരണം അത് MLT ഗ്രൂപ്പിനുള്ള ഒരു വെബിനാറാണ്. പക്ഷെ അതിന് മുമ്പ് സാർ കോമേഴ്സ് ഗ്രൂപ്പിൻ്റെ വെബിനാറുകൾ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും അത് കണ്ടിരിക്കുമെന്ന് സാറ് പ്രതീക്ഷിക്കുന്നു. അങ്ങനത്തെ വെബിനാറുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം അതിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ കൗൺസിലിങ്ങിനെ കുറിച്ചും നിങ്ങളുടെ ഏജിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് സെഷൻസാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഗ്നിഷനും നിങ്ങളുടെ അറിവ് വർദ്ധിക്കും. എന്താ പറയുക, നമുക്ക്
എന്താ പറയുക, ഒരുപാട് അനുഭവജ്ഞാനമുള്ള ഡോക്ടേഴ്സിൻ്റെ സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരുപാട് കേസ് സ്റ്റഡികളൊക്കെ നടത്തി ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് സംസാരിച്ച് കൗൺസിലിങ്ങൊക്കെ നടത്തി അനുഭവജ്ഞാനവും നമ്മളായിട്ട് പങ്കുവയ്ക്കും. അപ്പോൾ അത്തരം വെബിനാറുകൾ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇടുമ്പോൾ അറ്റൻഡ് ചെയ്യില്ലേ? ഹലോ, ഓക്കെ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ കരിയർ ഗൈഡൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കൊല്ലം ഒരു 10-11 ക്ലാസ്സുകൾ ഉണ്ടാവും. അത് നമ്മുടെ സ്കൂൾ മാത്രം നടത്തുന്നത്, അത് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്സുകളാണ് കേട്ടോ. അത് ഈ കൊല്ലം ഒരു കൊല്ലത്തിലാണ് 10 ക്ലാസ്സോളം ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സുകൾ സാറ് മറ്റുള്ള ഫാക്കൽറ്റീസിനെ കണ്ടെത്തി അവരുടെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് സാറ് അത് ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ എന്തായാലും മറക്കാണ്ട് അറ്റൻഡ് ചെയ്യണം. അത് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. കാരണം അത് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ക്ലാസ്സുകളാണ്. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഓഫ്ലൈനായിട്ടാണ് സാറ് കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് കണ്ടക്ട് ചെയ്യിപ്പിക്കാറ്. അപ്പോൾ പുറമേ നിന്ന് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് പേഴ്സൺസായിട്ട് സാറ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരായിരുന്നു പതിവ്. അത് പണ്ട് ഓഫ്ലൈൻ, ഈ കാലഘട്ടത്തിന് മുൻപ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ അങ്ങനെ നടത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് സാർ ഓൺലൈൻ വഴിയാണ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സുകൾ നടത്തിയിരുന്നത്. അത് സ്കൂൾ തലത്തിൽ വരുമ്പോൾ, നമ്മുടെ സ്കൂൾ നടത്തുമ്പോൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ മറ്റേ ക്ലാസ്സുകളുണ്ട് വെബിനാറിൻ്റെ ജില്ല വൈസ്, അതും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് സാറിൻ്റെ അഭിപ്രായം. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവും ജ്ഞാനവും ലഭിക്കും. ക്വാളിറ്റി ക്ലാസ്സുകളാണ് നമ്മുടെ കരിയർ ഗൈഡൻസ് സെല്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വെബിനാറുകൾ വരുമ്പോൾ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് തിരിച്ചു പോകാം. ഉത്തരത്തിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ടീനേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്ത വരിയാണ് എഴുതുന്നത്. ഷീ ഹാഡ്, മാഗിക്കാണ് മാഗിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഷീ ഹാഡ് സോറോഫുൾ എക്സ്പ്രഷൻ. സോറോഫുൾ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതിയെടുത്തോളൂ. ആദ്യം സ്പെല്ലിങ് ഞാൻ പറഞ്ഞുതരാം, അത് എഴുതിയെടുത്തോളൂ. സോറോഫുൾ, SORROWFUL, സോറോഫുൾ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ദുഃഖം പ്രതിഫലിക്കുന്ന മുഖഭാവം എന്നാണ് സോറോഫുൾ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എക്സ്പ്രഷൻ മുഖഭാവം, സോറോഫുൾ എന്ന് വെച്ചാൽ ദുഃഖം പ്രതിഫലിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ മാഗിയുടെ മുഖം എങ്ങനെയായിരുന്നു? ദുഃഖം പ്രതിഫലിക്കുന്ന ഒരു മുഖമാണ് ആർക്കുണ്ടായിരുന്നത്? മാഗിക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് അടുത്ത വരി നമുക്ക് എഴുതാം. When she saw the narrator, some ideas came to her mind, and that is why she watches. ഒന്നുകൂടി പറഞ്ഞുതരാം. നെറേറ്റർ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നെറേറ്റർ, അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് സം ഐഡിയാസ് came to her mind, and that is why she watches him so closely. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഷി വാച്ചസ് ഹിം സോ ക്ലോസ്ലി എഴുതിയോ? ഓക്കെ. അതായത് എന്താണ് അവളുടെ മനസ്സിൽ വന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ സഹോദരൻ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഒപ്പം ബ്രിട്ടീഷ് പട്ടാളക്കാരനായി ജോലി ചെയ്യാണല്ലോ. അവനെക്കുറിച്ച് അറിയുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാണ് അവളുടെ മനസ്സിൽ വന്നത്. കാരണം ഈ ഗുപ്തയെ കണ്ടാൽ അറിയാം അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത സെൻറ്റൻസ് ആയിട്ട് എഴുതിക്കോളൂ. Then she tries to find out if he is an Indian, and
If he then she tries to find out. Then she tries to find out. എഴുതിയോ അവിടെ വരെ എഴുതിയോ? Okay, then she tries to find out if he is an Indian, 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 and if he comes, and if he comes, and if he comes to that, and if he comes to that particular restaurant, he comes to that particular restaurant all the time, particular restaurant all the time. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഓക്കെ, നമുക്ക് അടുത്ത വരി എഴുതാം. ഓക്കെ, അടുത്ത വരി എഴുതാം. സംതിങ് അബൌട്ട് ഇന്ത്യൻസ്, സംതിങ് അബൌട്ട് ഇന്ത്യൻസ്, സംതിങ് അബൌട്ട് ഇന്ത്യൻസ്, സംതിങ് അബൌട്ട് ഇന്ത്യൻസ് ഹാസ് ഗോട്ട് ഇൻ ടു, സംതിങ് അബൌട്ട് ഇന്ത്യൻസ് ഹാസ് ഗോട്ട് ഇൻ ടു her mind, into her mind, and she is trying, and she is trying to clarify her doubts, and she is trying to clarify her doubts, and she is trying to clarify her doubts. Her doubts, clarify her doubts. എഴുതിയോ? clarify her doubts, clarify her doubts. Okay, doubts സ്പെല്ലിംഗ് സാറ് പറഞ്ഞുതരാം. DOUBTS, doubts എന്ന് വെച്ചാൽ സംശയങ്ങൾ എന്നാണ് അർത്ഥം. എഴുതിയോ? എഴുതി കഴിഞ്ഞാ? ഓക്കെ. എന്നിട്ട് അടുത്ത വരിയായിട്ട് നമുക്ക് എഴുതാം. Moreover, she would be thinking about her brother. Moreover, she would be thinking about her brother. Moreover, she would be thinking about her brother in India, ഫുൾ സ്റ്റോപ്പ് എടുക്കാം. അടുത്ത വരി നമുക്ക് എഴുതാം. She is a polite girl. She is a polite girl. പൊളൈറ്റ് ഗേൾ എന്ന് വെച്ചാൽ സത്യസന്ധതയുള്ള പെൺകുട്ടി എന്നാണ്. പൊളൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സത്യസന്ധത. പിന്നെ പെരുമാറ്റത്തിലും വളരെ പൊളൈറ്റായിട്ട് സത്യസന്ധമായിട്ട് പെരുമാറുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പൊളൈറ്റ്, POLITE, പൊളൈറ്റ് ഗേൾ. Who thanks people even when some small service is given to her. എഴുതിയോ?
ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. ഷീ ഈസ് എ പൊളൈറ്റ് ഗേൾ ഹൂ താങ്ക്സ് പീപ്പിൾ ഈവൻ വെൻ സം സ്മോൾ സർവീസ് ഈസ് ഗിവൺ ടു ഹർ. എഴുതി കഴിഞ്ഞോ? ഹലോ, ഓക്കെ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സർവീസുകൾ ആരെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ പൈസയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി വളരെ നന്ദിയോടെ അവരോട് പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെ എന്ത് ജോലിയും ചെയ്യാൻ, അതായത് എന്താ പറയുക, അവൾ ചെറിയൊരു ഷോപ്പിൽ നിന്നിരുന്നു. ആ ഷോപ്പിൽ നിന്നിരുന്ന് അങ്ങനെയാണ് അവൾ കുടുംബം പുലർത്തിയിരുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് അവൾക്ക് എപ്പോഴും അവളുടെ റിയാക്ഷൻസിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. അവൾ നന്മ നിറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു. ആര്? നമ്മുടെ ഈ മാഗി എന്ന് പറയുന്ന ടീനേജർ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇന്ത്യൻ വംശത്തിൽപ്പെട്ട മിസ്റ്റർ ഗുപ്തയെ ശ്രദ്ധിക്കാനുള്ള കാരണം അവളുടെ സഹോദരൻ ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിൽ തൻ്റെ സഹോദരന് ആപത്തൊന്നും ഇല്ല എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹമൊക്കെ അവളുടെ മനസ്സിലുണ്ടായി കാണാം. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ വളരെ പൊളൈറ്റായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു മാഗി. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ അതിനൊരു നന്ദി വാക്കും അതിനൊരു സമ്പ്രദായത്തോടുള്ള ഒരു പ്രതികരണവും അവൾ തിരിച്ചു നൽകിയിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് അവളെക്കുറിച്ച് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെ അവളുടെ ഡ്രസ്സ് അവളുടെ ദാരിദ്ര്യത്തെ സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, എഴുതിക്കോളൂ. How do you know that the girl was interested? The girl was interested. ഹലോ, കേൾക്കാമോ? Okay. How do you know that the girl was interested in knowing the identity of the narrator? Knowing the identity of the narrator. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നറേറ്ററുടെ ഐഡൻറ്റിറ്റി അറിയാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായനക്കാർ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്ക് വായിച്ചപ്പോൾ നമുക്ക് കഥയിൽ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ആ റെസ്റ്റോറൻറ്റിലെ കാഷ്യറോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം എന്നും ഊണ് കഴിക്കുവാൻ വരുമോ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, ഈ പെൺകുട്ടിക്ക് ഈ ഇന്ത്യൻ വംശജനായതുകൊണ്ട് ഈ നറേറ്ററുടെ ഐഡൻറ്റിറ്റി അറിയണമെന്ന ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാം. ഉത്തരം എഴുതിയെടുക്കല്ലേ? ഓക്കെ, ഉത്തരം എഴുതിക്കോളൂ. The readers know that readers എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളാണ് കേട്ടോ. The readers know that the girl was interested in knowing the identity of the narrator. She watched him with interested surprise. She watched him with interested surprise. എഴുതിയോ?
She watched him with interested surprise. Okay, എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് അടുത്ത വരി എഴുതുക. ലേറ്റർ she asked the cashier whether the narrator was an Indian. And whether whether he comes to the restaurant. റെസ്റ്റോറൻറ്റ് സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. RESTAURANT, റെസ്റ്റോറൻറ്റ് എഴുതിയോ? റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ ചെറിയ ഹോട്ടൽ, ഭക്ഷണശാല എന്നാണ് റെസ്റ്റോറൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. റെസ്റ്റോറൻറ്റ് എവറി ഡേ എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി. അവളെ കാഷ്യറോട് ചോദിച്ചു, ഇദ്ദേഹം ഇന്ത്യൻ വംശജനായിട്ടുള്ള ഇദ്ദേഹം എന്നും അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമോ എന്ന ചോദ്യത്തിന് നമുക്ക് മനസ്സിലായി അവൾക്ക് ഈ ഇന്ത്യൻ വംശജനായ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അറിയാൻ താല്പര്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവളുടെ സഹോദരൻ ഇന്ത്യയിലാണ് ഒരു പട്ടാളക്കാരനായിട്ടാണ്, ബ്രിട്ടീഷ് പട്ടാളക്കാരനായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. സഹോദരനെ കുറിച്ച് അറിയുവാനുള്ള ഒരു താല്പര്യമാണ് പിതാവിനോട് തോന്നുന്ന ഒരു വാത്സല്യം തോന്നുന്ന പ്രായമുള്ള ഈ മിസ്റ്റർ ഗുപ്തയോടുള്ള ഒരു ബഹുമാനവും ആദരവും തോന്നിക്കാണാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ മിസ്റ്റർ ഗുപ്തയുടെ ഐഡൻറ്റിറ്റി അറിയണമെന്ന ആഗ്രഹം അവർക്കുണ്ടായി. തൻ്റെ സഹോദരനെ കുറിച്ച് അറിയാനാണ്. ബേസിക്കലി ഇന്ത്യയിൽ ആണല്ലോ നമ്മുടെ ഫ്രാൻസിസ് പട്ടാളത്തിൻ്റെ ഭാഗമായിട്ട് പോയെടുക്കുകയാണല്ലോ, ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് പോയെടുക്കുകയാണല്ലോ ഫ്രാൻസിസ്. അപ്പോൾ അവനെക്കുറിച്ച് അറിയാനൊക്കെ ഒക്കെയാണ് അവൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അറിയണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അവൾ കാഷ്യറോട് ചോദിച്ചതിൽ നിന്നും പിന്നെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നെറേറ്ററുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് അറിയണമെന്ന ആഗ്രഹം മാഗിക്ക് ഉണ്ടായിരുന്നു എന്ന്. നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് about the probable financial condition? What do you understand about the probable financial condition? ഒരിക്കൽ ആവർത്തിക്കാം. What do you understand about the probable financial condition of the girl? എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഒന്നുകൂടി സാർ ആവർത്തിക്കാം, എഴുതി കഴിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കാം. What do you understand about the probable financial condition of the girl? നമുക്ക് എന്താണ് ആ പെൺകുട്ടിയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അവൾ ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു. അവൾ ചോറ് കഴിച്ചിരുന്നില്ല. ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് അവൾ ഊണ് കഴിക്കാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരുന്നുള്ളൂ. ഊണ് കഴിക്കാൻ സാർ ഉദ്ദേശിച്ചത് ലഞ്ച് കഴിക്കാമെന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ബ്രിട്ടീഷുകാർ റൈസ് അല്ല അവരെ കോമൺ മീല്. അവർ സാൻഡ്വിച്ചസും ബർഗേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവരുടെ മെയിൻ ഫുഡ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ നട്ട്സൊക്കെയാണ്
അവർ മെയിനായിട്ട് കഴിക്കുക, ജ്യൂസസൊക്കെ. അപ്പോൾ സാറ് പെട്ടെന്ന് മലയാളികളുടെ ടേമിൽ ഊണ് കഴിക്കാമെന്ന് ഉദ്ദേശിച്ച് മാത്രം. ലഞ്ച് എന്ന് വെച്ചാൽ ഉച്ചനേരത്തുള്ള ഭക്ഷണം അവൾ കഴിക്കാനായിട്ട് ശനിയാഴ്ച മാത്രമേ റെസ്റ്റോറൻറ്റിൽ പോവുള്ളൂ. കാരണം ശനിയാഴ്ചയായിരുന്നു അവൾക്ക് പേ ഡേ, പൈസ കിട്ടുന്ന ദിവസം. അല്ലാത്ത ദിവസങ്ങൾ അവൾ പൈസ ചിലവാക്കാറില്ല, അവൾ അല്ലാത്ത ദിവസങ്ങൾ ഊണ് കഴിക്കാറില്ല, അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാറില്ല എന്നാണ് നമുക്ക് മനസ്സിലായി. പിന്നെ അവളുടെ ഡ്രസ്സ് ഭയങ്കര മോശം ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അതുപോലെ വില കുറഞ്ഞ ഡ്രസ്സാണ് അവൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ഡ്രസ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവൾ വളരെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവളുടെ മുഖത്ത് എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ ഭാരം വഹിക്കുന്നതിൻ്റെ ഒരു വേദന മുഖത്ത് എപ്പോഴും പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ മാഗിയുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്കപ്പോൾ ഉത്തരം എഴുതിയെടുക്കാം. ഉത്തരമാണ് സാറ് മലയാളത്തിൽ പറഞ്ഞത്, പക്ഷേ അത് നമുക്ക് ഇനി ഇംഗ്ലീഷിൽ ഉത്തരം നോട്ടായിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ എഴുതിയെടുത്തോളൂ. മാഗി വാസ് from a below average family. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറഞ്ഞുതരാം. മാഗി വാസ് from a below average family and that we can എഴുതിയോ? and that we can guess from guess guess എന്ന് വെച്ചാൽ ഊഹിക്കുക. guess from the dress she is wearing. Guess from the dress she is wearing. ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് എഴുതിക്കോളൂ. She has a sad expression. എഴുതിയോ? ഹലോ, എഴുതിയോ? ഓക്കെ. She has a sad expression. ഫുൾ സ്റ്റോപ്പ് ഇടുക. The waitress. അപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ വെയിറ്റർമാർ മാത്രമല്ല വെയിട്രസ്സുകളും ഉണ്ട്. ഭക്ഷണം വിളമ്പി തരുന്ന ഹോട്ടലിലെ ജീവനക്കാരെയാണ് വെയിട്രസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെയിറ്റർ എന്ന് പറയുന്നത് ആൺജോലിക്കാർ, വെയിട്രസ് എന്ന് പറയുന്നത് പെൺജോലിക്കാർ, ഭക്ഷണം വിളമ്പി തരുന്ന ജോലിക്കാർ. അതാണ് വെയിട്രസും വെയിറ്ററും എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വെയിട്രസ് എന്ന് വെച്ചാൽ പെൺജോലിക്കാർ ആണ് വെയിട്രസ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെയിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം വിളമ്പി തരുന്ന ആൺജോലിക്കാർ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് ദ വെയിട്രസ് സെയ്സ് ദാറ്റ്. വെയിട്രസ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണ്. ദ വെയിട്രസ് സെയ്സ് ദാറ്റ് ഷീ കംസ് ടു ദ റെസ്റ്റോറൻറ്റ്. ഓക്കെ. ഒന്നുകൂടിയും പറഞ്ഞുതരാം. വെയിട്രസ് സ്പെല്ലിങ്ങും പറഞ്ഞുതരാം. WAITRESS വെയിട്രസ്. ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ദ വെയിട്രസ് സേസ് ദാറ്റ്. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഹലോ, ദ വെയിട്രസ് സേസ് ദാറ്റ് വരെ എഴുതിയോ? ഓക്കെ. ദ വെയിട്രസ് സേസ് ദാറ്റ് she comes to the restaurant only on Saturdays.
for her lunch. For her lunch. For her lunch. For her lunch. Because 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 എന്ന് വെച്ചാൽ ആ കാരണത്താൽ അതുകൊണ്ട് because she has no money. Because she has no money. Because she has no money. എഴുതിയോ? Because she has no money. അടുത്ത വരി എഴുതാം. അടുത്ത വരി എഴുതാം അല്ലേ ഋതിക്? ഹലോ. ഓക്കെ. She is working in a nearby shop. She is working in a nearby shop. Comment it. Maybe for a very small pay. പേ എന്ന് വെച്ചാൽ ശമ്പളം. PAY പേ. എഴുതിയോ? അവിടെ വരെ എഴുതി കഴിഞ്ഞോ? ഓക്കെ. എന്നിട്ടിങ്ങനെ അടുത്ത വരെ എഴുതിക്കോളൂ. As she is a teenager. Teenager സ്പെല്ലിംഗ് സാർ നേരത്തെ പറഞ്ഞു തന്നു. എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. TEENAGER. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. TEENAGER. ടീനേജർ എന്ന് വെച്ചാൽ സാർ അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞിരുന്നു. സ്പെല്ലിംഗ് ഇപ്പോൾ പറഞ്ഞു തന്നു. അർത്ഥം സാർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ടീനേജർ. നോബഡി ആ സെൻറ്റൻസിൻ്റെ തുടർച്ചയാണ്. നോബഡി വുഡ് ഹയർ. HIRE ഹയർ. ഹയർ എന്ന് വെച്ചാൽ ജോലിക്ക് നിർത്തുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടീനേജർ കഴിഞ്ഞിട്ട് സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. ടീനേജർ കഴിഞ്ഞിട്ട് നോബഡി ആർക്കും. നോബഡി NOBODY നോബഡി വുഡ് ഹയർ. ഹയർ എന്ന് വെച്ചാൽ ജോലിക്ക് നിർത്തുക എന്നാണ് അർത്ഥം. നോബഡി വുഡ് ഹയർ ഹർ for a big salary. Nobody would hire her for a big salary. എഴുതിയോ? ഓക്കെ. അപ്പോൾ ആ വാചകത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ടീനേജർ ആയിട്ടുള്ള കുട്ടി ആയതുകൊണ്ട് ആർക്കും വലിയ ശമ്പളത്തിന് അവളെ ജോലിക്ക് നിർത്താൻ സാധിക്കുകയില്ല എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ക്വസ്റ്റ്യൻ എഴുതി? 4 ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം എഴുതി. ഉത്തരത്തിൻ്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും സാർ തന്നു. അപ്പോൾ ഇന്നേക്ക് അത് മതിയെന്ന് തോന്നുന്നു. അടുത്ത ദിവസം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഒരു മിനിറ്റ് സാർ അറ്റൻഡൻസ് ഒന്നുകൂടി നോക്കട്ടെ. ഇന്നിപ്പോൾ 50 വിദ്യാർത്ഥികൾ 53-54 വിദ്യാർത്ഥികളിൽ ഒരു 45 വിദ്യാർത്ഥികൾ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആബ്സെൻ്റ് ആയവരുടെ പേര് സാറൊന്ന് വിളിക്കാം കേട്ടോ. ആബ്സെൻ്റ് ആയൊരു പേര് ഇപ്പോൾ അവർ ഇതിലുണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞോളൂ കേട്ടോ. ഉണ്ടെങ്കിൽ അമീന ഉണ്ടോ? ഇല്ല. അപ്പോൾ സാറ് അറ്റൻഡൻസിൽ ആബ്സെൻ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ദിൽഷാദ് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി മഗ്നിലുണ്ടോ? ഇല്ല. ഓക്കെ. ഹാഷിർ ഉണ്ടോ? ഹാഷിർ ഇല്ല. അപ്പോൾ ആബ്സെൻ്റ് മാർക്ക് ചെയ്യാണ്. മുഹമ്മദ് സിനാൻ ആബ്സെൻ്റ് മാർക്ക് ചെയ്യാണ്. സൗരവ് ഋതുലുണ്ടോ? ഋതുൽ വന്നിട്ടുണ്ടായിരുന്നോ? ഹലോ
ഋതുൽ വന്നിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഋതുലും ആബ്സെന്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി സാറ് OFE ആബ്സെന്റ് വരാത്ത കുട്ടികളുടെ, ആബ്സെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ പേര് വിളിക്കാം. ആദിൽ വന്നിട്ടുണ്ടോ? ആദിൽ, ആദിൽ, അഫ്സൽ, അഫ്സൽ, അജിത്, അൽകേഷ്, ഫർഹാന NJ, മുഹമ്മദ് അനസ് വന്നു. മുഹമ്മദ് അനസ്. ഓക്കെ, മുഹമ്മദ് അനസ് സാറ് പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. പിന്നെ മുഹമ്മദ് നഫീം വന്നിട്ടുണ്ടോ? ഇല്ല. നിയാസ് വന്നിട്ടുണ്ടോ? നിയാസ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. സായൂജ്, ഷഹിൻഷാ, ശ്രീജ വന്നിട്ടുണ്ടോ? ശ്രീജ, ഹലോ, ഇല്ല. അപ്പോൾ നമുക്ക് ഇന്നൊക്കെ എത്ര മതി. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടിയും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലെഫ്റ്റ് ആവുക. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ